ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ. സ്ഥലം നമ്മുടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ മാളവന LP സ്കൂളിന്റെ അടുത്തായിട്ട് വരും. അപ്പോൾ 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സാധാരണ രണ്ട് വീഡിയോയിൽ നമ്മൾ കാണിച്ചതുപോലെ രണ്ട് മൂന്ന് വീഡിയോയിൽ കാണിച്ച പോലുള്ള ഒരു 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ പ്യൂരിഫയർ അല്ല. സ്റ്റോറേജ് 11 ലിറ്റർ ആണെങ്കിലും ഇത് വ്യത്യസ്ത മോഡലാണ്. ഇതൊരു അക്വ ജേഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമ്മൾ ലാസ്റ്റത്തെ ഒരു 2-3 വീഡിയോയിൽ കാണിച്ചിരുന്നത് വാട്ടർ ലില്ലി എന്നുള്ളൊരു മോഡലാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നേരിട്ട് നമുക്ക് സൈഡിലോട്ട് പോകാം. ബായ. അപ്പൊ നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ജനലിന്റെ മേലെയായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ വർക്കിലേക്ക് ഇറങ്ങും. നമ്മുടെ യൂണിറ്റിന്റെ ഇൻസ്റ്റാളേഷൻ ഏകദേശം ഫിനിഷ് മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ യൂണിറ്റ് സ്റ്റാർട്ട് ആക്കി ടെമ്പററി. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ആൽക്കലൈൻ ഫിൽട്ടർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം pH വളരെ കുറവാണെന്നുള്ളതാണ്. അസിഡിക് ആയിരുന്നു, 3.5 ആയിരുന്നു pH റേഞ്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ആൽക്കലൈൻ ഫിൽട്ടർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. നമുക്ക് ആദ്യം ഈ റോ വാട്ടറിന്റെ pH ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ കാണിക്കാം. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ റോ വാട്ടറിന്റെ pH 3.5 ആയിരുന്നു. ഇനി ഞാൻ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പൊ എത്രയാണ് നോക്കാം. ഇതുണ്ടോ, കന്നി റെഡിലേക്ക് പോയിണ്. അതിനർത്ഥം ഇത് അസിഡിക്കാണ്. ഇതിമ്മ കളറിന്റെ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. റെഡ്, ലൈറ്റ് ഗ്രീൻ, ലൈറ്റ്, പിന്നെ ഒരു ഗ്രീനിലേക്ക് വരും, പിന്നെ അത് ബ്ലൂവിലേക്ക് പോകും, ആൽക്കലൈനിലേക്ക് പോകും. നമുക്ക് വേണ്ടത് ഈ ഒരു ഗ്രീനിന്റെയും ഈ ബ്ലൂവിന്റെ താഴത്തെ, അതായത് ഗ്രീനിന്റെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വേണ്ടത്. നിലവിൽ ഇപ്പൊ നമ്മുടെ അസിഡിക്കാണ് വെള്ളം, കണ്ടില്ലേ, റെഡിഷ് കളറാണ് ഇപ്പൊ. അതായത് നമ്മൾ ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോ, ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ 3.5 ആയിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഒന്നുകൂടി എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കാരണം ഈ ഒരു കാറ്ററേജ് ഇട്ടിട്ട് നമുക്ക് വല്ല ഗുണമുണ്ടോന്ന് അറിയണമല്ലോ. കളർ ചേഞ്ച് ചെയ്യണ്ട, ഗ്രീനിലേക്ക് വന്നേണ്ട. അപ്പൊ നമ്മൾ ന്യൂട്രലിലേക്ക് വന്നു. അതായത് നമുക്ക് വേണ്ടിയ pH ആ റേഞ്ചിലേക്ക് വന്നു. നേരത്തെ അസിഡിക് ആയിരുന്നു, ഇപ്പൊ ന്യൂട്രലിലേക്ക് വന്നു. കുറച്ചും കൂടി ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. കുറച്ചുകൂടി ഓടി കഴിയുമ്പോൾ കുറച്ചും കൂടി ഇൻക്രീസ് ആവും അത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കാറ്ററേജ് ഇട്ടതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. എങ്ങനെയുണ്ട് വെള്ളം കുടിച്ചിട്ട്? നേരത്തെ കുടിച്ച വെള്ളം ഇപ്പോഴത്തെ വെള്ളം തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ആൽക്കലൈൻ ഫിൽട്ടർ ഒക്കെ ഇട്ടു. അപ്പൊ അത് pH കൂടിയിട്ടുണ്ട്. നേരത്തെ അസിഡിക് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതിനെ പുതിയൊരു വർക്കുമായി വരുന്നവരെ